പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് പകൽ അതിസുന്ദരമായ മഹത്തരമായ ഒരു സമയങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ദുൽഹിജ്ജ മാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാർ നാടുകളിലേക്ക് മടങ്ങി വരികയാണ്. പല ഹാജിമാരും നമ്മുടെ നാടുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞു വരുമ്പോൾ അവരെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ആ ഹാജിയോട് നമ്മൾ ചെയ്യേണ്ടതും ആ ഹാജിയോട് നമ്മൾ പറയേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്, സുന്നത്തായ അമലുകൾ. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു ദിക്ർ പറഞ്ഞു തരാം. ഈ ദിക്ർ മഹാനായ മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രവാചകന്മാരുടെ നേതാക്കളിൽപ്പെട്ട ഒരു നേതാവായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആ ഒരു ദിക്ർ ഏതെന്നറിയോ? എന്തിനാണ് ഒരു മലക്കിന് ഈ പ്രവാചകൻ ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുത്തത്? എന്താണ് ആ ദിക്റിന്റെ അർത്ഥം? ആ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന കൂലി എന്താണ്? വിശദമായി നമുക്ക് കേൾക്കാം. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുണ്ട്, വിചാരണയില്ലാതെ നരകത്തിൽ കടക്കുന്നവരുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു നൽകുന്ന ചെറിയ ഒരു സ്വലാത്താണ്. ആ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ വിശദമായി നമുക്കത് കേൾക്കാം. പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ വെള്ളിയാഴ്ച കടന്നു വരുന്നു. വെള്ളിയാഴ്ച രാവ് ഇതാ നമ്മളെ ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ ഓരോ വെള്ളിയാഴ്ചയും കടന്നു വരുമ്പോൾ ഒരു മുഅ്മിൻ നിർബന്ധമായും എന്ന് തന്നെ നമുക്ക് പറയാം, അവൻ്റെ ജീവിതത്തിൽ അനിവാര്യമായി ദുആ ചെയ്യേണ്ട ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? മഹാന്മാരായ ഉലമാക്കൾ വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്യേണ്ട ഒരു സ്പെഷ്യലായിട്ടുള്ള ദുആ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ദുആ നമുക്കൊന്ന് കേൾക്കാം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധത്തിലുള്ള ഖൈറുകളും സലാമത്തുകളും നൽകുമാറാവട്ടെ. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റി സുഖവും സന്തോഷവും പ്രദാനിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസം നമുക്കെല്ലാവർക്കും അല്ലാഹു തആല അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. ഈ വർഷം നമ്മളിൽ നിന്നും ഹജ്ജിന് പോയ ഹാജിമാർ അവരൊക്കെ നാടുകളിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ വർഷം ഏകദേശം 20 ലക്ഷത്തോളം ഹാജിമാരാണ് ഹജ്ജിനായി കടന്നു വന്നത്. കഴിഞ്ഞ വർഷമൊക്കെ 10 ലക്ഷത്തോളം ഹാജിമാരായിരുന്നു എത്തിയിരുന്നതെങ്കിൽ ഈ വർഷം അതിൻ്റെ ഇരട്ടി 20 ലക്ഷത്തോളം ഹാജിമാരാണ് ഹജ്ജിനായി കടന്നു വന്നത്. കഴിഞ്ഞ വർഷം കൊറോണയുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളും സാങ്കേതികമായ തടസ്സങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് അത്രത്തോളം ആൾ കുറയാനുള്ള കാരണം. ഈ വർഷം അൽഹംദുലില്ലാ അതുപോലുള്ള നൂലാമാലകളും അതുപോലുള്ള പ്രയാസങ്ങളൊന്നുമില്ലാതെ ജനങ്ങളെല്ലാവരും വലിയൊരു പാൽക്കടലായി ഒഴുകിയെത്തിയ ഒരു മഹാസഞ്ചയമായിരുന്നു ഈ വർഷത്തെ ഹജ്ജ്. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ദുൽഹിജ്ജ മാസം 17-ാം തീയതിയാണ്. ഇന്ന് മഗ്‌രിബോടുകൂടി 18-ാം രാവ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ എല്ലാ ആഴ്ചയിലും നമ്മൾ വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങൾ പറയാറുള്ളതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, നബിതങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിന്ന് സംസാരിക്കാം. നമുക്കറിയാമല്ലോ, മാസങ്ങളുടെ നേതാവ് അത് പരിശുദ്ധമായ റമളാൻ മാസമാണ്.
പകലുകളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് അത് അറഫയുടെ പകലാണ്. അറഫ ദിവസത്തിൻ്റെ പകൽ കടന്നുപോയി. അല്ലാഹു തആല അന്ന് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്ത ദിക്റുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അൽഹംദുലില്ലാ എല്ലാ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ കഴിഞ്ഞ ദിവസം വരെയൊക്കെ എല്ലാ ദിവസവും വൈകിട്ട് മഗ്രിബിന് ശേഷം കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും അടങ്ങുന്ന ചെറിയ ഒരു സദസ്സ് പോലെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾ അത് കാണുകയും കേൾക്കുകയും നമ്മുടെ കൂടെ ഒന്നിച്ച് ചൊല്ലുകയും ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാ മഗ്രിബിന് ശേഷവും കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്ന ചെറിയൊരു സദസ്സ് പോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും. അതൊക്കെ എല്ലാവരും കാണുക, കൂടെ എല്ലാവരും ചൊല്ലുക, അവസാനമുള്ള ദുആയിൽ പങ്കെടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പകലുകളുടെ നേതാവ് അത് അറഫയുടെ പകലാണ്. രാത്രികളുടെ നേതാവ് അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. ദിവസങ്ങളുടെ നേതാവാണ് അത് യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ്, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാപ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ഒരു ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം. ആകാശഭൂമികളെ പടക്കപ്പെട്ട ദിവസമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സുന്നത്തുകളുണ്ടല്ലോ. വെള്ളിയാഴ്ച പ്രത്യേകം നിയ്യത്ത് വെച്ച് കുളിക്കുക, നഖം മുറിക്കുക, രോമങ്ങൾ നീക്കം ചെയ്യുക, നടന്ന് പള്ളിയിലേക്ക് പോവുക, സൂറത്തുൽ കഹഫ്, സൂറത്തുൽ മുൽക്ക്, അതുപോലെ തന്നെ നമുക്കറിയാവുന്ന സ്വലാത്തുകൾ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ ദുആകൾ അധികരിപ്പിക്കുക. ഒരു വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട, വെള്ളിയാഴ്ച രാവിലും പകലിലും ഓരോ നമസ്കാരത്തിന് ശേഷവും അത് കൂട്ടായിട്ടാവട്ടെ ജമാഅത്തോടുകൂടിയാവട്ടെ ഒറ്റക്കാവട്ടെ നമ്മളുടെ ആ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത ദുആയിലുമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ എന്നറിയോ? മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ ദുആ അറിയാമെങ്കിൽ നിങ്ങളത് ഒന്നുകൂടി ഉറപ്പിച്ചു വെക്കുക മനസ്സിൽ. ഇനിയുള്ള ദിവസങ്ങളിലും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലും ഈ ദുആ അധികരിപ്പിക്കുക. അറിയാത്തവരാണെങ്കിൽ ഇത് എഴുതിയെടുത്തോ, മലയാളത്തിൽ എഴുതിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് നമ്മുടെ സ്ക്രീനിൽ കാണാം, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ അത് കാണാതെ പഠിച്ചോ, എങ്ങനെയാണെങ്കിലും ഈ ദുആ ഒന്ന് അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. എന്താണ് ആ ദുആഇന്റെ അർത്ഥം? അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന, അല്ലാഹുവേ വിശുദ്ധമായ ഖുർആൻ അതുപോലെ തിരു ഹദീസ് ഇത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ, അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തൗബ നൽകണം, ഈമാൻ നൽകണം. അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ആയിരിക്കണം ഞങ്ങളുടെ മരണം, അതിന് നീ തൗഫീക്ക് നൽകണേ. കാരണം ഒരു ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണാം, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണ് മരിക്കുന്നതെങ്കിൽ, മരണപ്പെടുന്നതെങ്കിൽ അവനിക്ക് അല്ലാഹു തആല ഖബറിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതും അദാബുകളെ മാറ്റി കൊടുക്കുന്നതുമാണെന്ന് ഒരു ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണാം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഏറെക്കുറെയായി പറഞ്ഞത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഒരുപാട് ദുആകൾ നമ്മൾ പറയണം. നമുക്ക് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാം, അതുപോലെ സൂറത്തുൽ ദഹർ, അതുപോലെ സൂറത്തുൽ സജദ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ അഅല, സൂറത്തുൽ ഗാശിയ തുടങ്ങിയ ഒരുപാട് സൂറത്തുകളുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ, മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി സൂറത്ത് യാസീൻ ഓതിയാൽ വലിയ പ്രതിഫലം ഓതിയവർക്കും ഓതപ്പെട്ടവർക്കും കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച രാവും പകലും. പ്രത്യേകിച്ച് ഇത് വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ കടന്നു വരികയാണ്. അപ്പോൾ അതോടൊപ്പം ഒരു സ്വലാത്ത് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഈ സ്വലാത്ത് മറക്കാതെ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും കഴിയുന്നതുപോലെ ഈ സ്വലാത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലാത്ത സമയത്തോ ഒക്കെ
ഇത് പാരായണം ചെയ്താൽ, ഈ സ്വലാത്ത് പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്ക് കിട്ടുക. ഒരുപാട് പ്രതിഫലങ്ങൾ. എങ്ങനെയാ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ നമുക്ക് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ ഒരു സ്വലാത്താണെന്നാണ്. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുണ്ട്, വിചാരണയില്ലാതെ നരകത്തിൽ കടക്കുന്നവരുണ്ട്. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരുപാട് അമലുകളുണ്ട്. ആ അമലുകളിൽപ്പെട്ട ഒരു അമലാണ് ഒരു സ്വലാത്ത്. മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ നിത്യമാക്കിയാൽ, അവൻ പതിവാക്കി കഴിഞ്ഞാൽ, അവൻ്റെ നിത്യജീവിതത്തിലെ ഒരു അമലായി ഈ സ്വലാത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കുമെന്നാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഒരു സ്വലാത്ത്, ആ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ പോവുകയാണ്. ആ സ്വലാത്ത് നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ അത് കാണാതെ പഠിക്കാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ എഴുതിയെടുക്കാൻ പറ്റുന്നവരോ നമുക്കൊരു നോട്ട് ബുക്ക് വേണം. ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ കാണുന്ന ഓരോ ഉമ്മയും ഓരോ സഹോദരനും ഓരോ സഹോദരിയും കഴിയുന്നതുപോലെ ഒരു പേപ്പറിലോ ഒരു നോട്ട് ബുക്കിലോ നമ്മൾ പറയുന്ന ഈ സ്വലാത്തുകളും ദിക്റുകളും ഓരോ ദിവസങ്ങളുടെ ശ്രേഷ്ഠത, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു വീഡിയോ കേട്ടുപോകുമ്പോൾ അത് ആ സമയത്ത് നമുക്ക് മനസ്സിലായി നമ്മളത് കേട്ടുപോകുന്നു. പിന്നീട് നമ്മളത് എവിടെയാണ്, ആ സ്വലാത്ത് എവിടെയാണെന്ന് തിരഞ്ഞാൽ ഏത് വീഡിയോയിലാണെന്ന് കിട്ടൂല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കേൾക്കുന്ന സ്വലാത്തുകൾ, ദിക്റുകൾ, അതുപോലെ തസ്ബീഹുകൾ, ദുആകൾ ഒരു ബുക്കിൽ അങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ അൽഹംദുലില്ലാഹ് വലിയ ഖൈറാണ്. നമുക്കത് ആവശ്യമുള്ളപ്പെടുത്ത് നോക്കാമല്ലോ. അപ്പം അങ്ങനെ എഴുതി വെക്കാൻ പറ്റിയ, എഴുതി പഠിക്കാൻ പറ്റിയ ഒരു ചെറിയ സ്വലാത്താണ് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഒരു സ്വലാത്താണ് ഇനി പറയാൻ പോകുന്നത്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കുല്ലമാ ദകറഹു الذاكرون وصل على محمد وعلى آل سيدنا محمد غفل عنه الغافلون يا أرحم الراحمين. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കുല്ലമാ ദകറഹു الذاكرون വസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഗഫല അൻഹുൽ ഗാഫിലൂൻ യാ അർഹമർ റഹീമീൻ. കരുണയുള്ള കരുണാവാരിധിയായ റബ്ബേ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും എല്ലാവർക്കും റഹ്മാനേ അല്ലാഹുവേ എല്ലാ തരത്തിലുള്ള ഗുണവും രക്ഷയും സമാധാനവും എല്ലാ സമയത്തും എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവേ നീ കൊടുക്കണേ അല്ലാ എന്നാണ് ഇതിൻ്റെ ഏകദേശ അർത്ഥം. ഒന്നുകൂടി സ്വലാത്ത് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കുല്ലമാ ദകറഹു الذاكرون വസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഗഫല അൻഹുൽ ഗാഫിലൂൻ യാ അർഹമർ റഹീമീൻ. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഇവിടെ പറഞ്ഞത്. അല്ലാഹു തആല ഈ സ്വലാത്ത് ഒരുപാട് വട്ടം ചൊല്ലാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി എൻ്റെ ഉമ്മമാർക്കും ഒപ്പമാർക്കും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. അതുപോലെ തന്നെ നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. ഇനി ഏതെല്ലാം വെള്ളിയാഴ്ചകളുണ്ടോ മറ്റു ദിവസങ്ങളുണ്ടോ എല്ലാ സമയത്തും ചൊല്ലാൻ പറ്റിയ ഒരു ദിക്ർ, ഒരു തസ്ബീഹ് എൻ്റെ ഉമ്മമാർക്കും ഒപ്പമാർക്കും പറഞ്ഞു തരുകയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ ഒരു തസ്ബീഹ് പറയുന്നതിന് മുമ്പ് ഈ തസ്ബീഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം, ആരാണ് ഈ തസ്ബീഹ് നമുക്ക് പഠിപ്പിച്ചു നൽകിയത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, നിന്റെ ഓരോ പ്രവാചകന്മാർക്കും ഓരോരോ സ്ഥാനപ്പേര് കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുള്ള സ്ഥാനപ്പേര് ഖലീലുല്ലാ എന്നാണ്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്നാണ്. അപ്പോൾ ചോദിച്ചു, ഈ ഇബ്രാഹിം നബിക്ക് എന്തുകൊണ്ടാണ് ഖലീൽ എന്ന ഒരു സ്ഥാനം നീ കൊടുത്തത് റബ്ബേ? അപ്പോൾ അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു എന്നാണ്, ജിബ്രീലെ, നീ അത് നേരിട്ട് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ചെല്ലുക. എങ്ങോട്ട്? ഇബ്രാഹിം നബിയുടെ അടുക്കിലേക്ക് ചെല്ലുക. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വേഷം മാറി വന്നു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഓ പ്രവാചകരെ, എനിക്ക് നിങ്ങളുടെ ഈ ആടുകളിൽ നിന്നും ഒരാടിനെ ഹദിയയായിട്ട് എനിക്ക് തരുമോ? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഒരാടല്ല, എൻ്റെ ഈ ആടുകളിൽ 1/3 ഭാഗം ഞാൻ നിങ്ങൾക്ക് നൽകാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ പഠിപ്പിച്ചു തരുന്ന ഒരു ദിക്ർ, ആ ദിക്ർ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം എൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ പറയണം. ഒരു പ്രാവശ്യം എൻ്റെ മുന്നിൽ വെച്ച് ആ ദിക്ർ, ആ തസ്ബീഹ് നിങ്ങൾ പറഞ്ഞാൽ ഈ കാണുന്ന ആട്ടിൻ കൂട്ടത്തിൽ നിന്നും 1/3 ഭാഗം നിങ്ങൾക്ക് നൽകും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ദിക്ർ പറഞ്ഞു കൊടുക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാം അത് ഏറ്റുപറയുകയാണ്. ആ ആട്ടിൻ കൂട്ടത്തിൽ നിന്നും 1/3 ഭാഗം ജിബ്രീലിന് കൊടുക്കുന്നു. വീണ്ടും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ തന്നെ നിൽക്കുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഒന്നുകൂടി നിങ്ങൾ ആ ദിക്ർ പറയുകയാണെങ്കിൽ, ആ ഒരു തസ്ബീഹ് പറയുകയാണെങ്കിൽ ഇനിയുള്ള ആട്ടിൻകൂട്ടത്തിൽ നിന്നും 1 ഭാഗവും കൂടി നിങ്ങൾക്ക് നൽകാം. അങ്ങനെ വീണ്ടും ആ തസ്ബീഹ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഇബ്രാഹിം നബി ബാക്കിയുള്ള 1 ഭാഗം കൂടി അത് ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുക്കുകയാണ്. പിന്നെയും കുറച്ച് ആടുകൾ ബാക്കിയുണ്ട്. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഇനിയും ആ ആടിനെ എനിക്ക് തരുമോ? ഞാൻ 1 പ്രാവശ്യം കൂടി പറയാം. അങ്ങനെ വീണ്ടും 1 പ്രാവശ്യം കൂടി പറഞ്ഞു. ആ സമയത്ത് ബാക്കിയുള്ള മുഴുവൻ ആടുകളെയും ഹദിയയായി, സമ്മാനമായി മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊടുക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ദിക്ർ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് ഈ ആടുകളെ തരാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഈ ഉള്ള മുഴുവൻ ആടുകൾ എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ദിക്ർ ഒരാൾ പറയുന്നത് കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതായത് വലിയ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രവാചകന്മാരുടെ നേതാക്കളിൽപ്പെട്ട ഒരു നേതാവായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ്റെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്നാണ്. അവൻ്റെ മരണസമയം അല്ലാഹു തആല പിശാചിനെ അകറ്റി നിർത്തുകയും മലക്കുകളെ അടുപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ അല്ലാഹു തആല ഈ ദിക്ർ പറയുന്ന ഓരോ മനുഷ്യനും കൊടുക്കുന്നതാണ്. അത്ഭുതങ്ങൾ നിറഞ്ഞ ആ ദിക്ർ ഏതാണ്? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ഈ ദിക്ർ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്ന ആ ഒരു ദിക്ർ ഏതെന്നറിയോ? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ഏതാണ് ആ ദിക്ർ? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. കോടാനുകോടി വരുന്ന മലക്കുകൾ, അതുപോലെ തന്നെ ആത്മാക്കൾ, അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മലക്കുകളുടെ നേതാവായ ജിബ്രീൽ, എല്ലാവരുടെയും രക്ഷിതാവായ അല്ലാഹുവേ, നീ ഏറ്റവും വലിയ മഹത്വമുള്ളവനാണ്. ഇതാണ് ആ ദിക്റിന്റെ അർത്ഥം. അപ്പോൾ ഒരു പ്രവാചകർ മലക്കിന് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. 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 അതുകൊണ്ട് ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേപ്പറിലോ നോട്ട്ബുക്കിലോ ഈ ഒരു ദിക്ർ എഴുതി വെക്കുക. അട്ടിങ്ങനെ എഴുതി വെക്കുക, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ. ഈ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, ഈ ദിക്ർ നമ്മൾ പരമാവധി അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ സ്വലാത്ത് മറന്നു പോകരുത്. ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു ദുആ അതും നമ്മൾ മറന്നു പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും
ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വർഷം ഹജ്ജ് കഴിഞ്ഞ് നമ്മുടെ അടുക്കലേക്ക് വരുന്ന ഹാജിമാർ, ആ ഹാജിമാർ അവരുടെ വീടുകളിൽ വന്നു എന്നറിഞ്ഞാൽ അവരെ അങ്ങോട്ട് ചെന്ന് സന്ദർശിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒരു ഹാജി ഹജ്ജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ, നാട്ടിലേക്ക് വരുമ്പോൾ അവരുടെ അടുക്കൽ ചെല്ലലും അവരുടെ അടുക്കൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യലും, അവരെ കാണുമ്പോൾ കൈകൾ രണ്ടും ചേർത്ത് വെച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് അവരെ മുസാഫഹ ചെയ്യുകയും മുആനക കെട്ടിപ്പിടിക്കുകയും ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അവരുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബിക്കലും പ്രത്യേകം സുന്നത്താണ്. കാരണം ആ രണ്ട് കണ്ണുകൾ കഅബ കണ്ട കണ്ണാണ്, അറഫയെ കണ്ട കണ്ണാണ്, സംസം കണ്ട കണ്ണാണ്, അതുപോലെ മിന കണ്ട കണ്ണാണ്, സഫാ മർവ കണ്ട കണ്ണാണ്. അത് കഅബയിലേക്ക് നോക്കിയിരുന്ന മഖാമു ഇബ്രാഹിം കണ്ട കണ്ണാണ്. ആ കണ്ണുകൾക്ക് പവിത്രതയുണ്ട്. 40 ദിവസം വരെ ആ ഹാജിമാരുടെ ദുആ അല്ലാഹു തട്ടിക്കളയില്ല, സ്വീകരിക്കുമെന്നും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ഈ വെള്ളിയാഴ്ച രാവും, നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച കടന്നു വരുന്നു, ആ വെള്ളിയാഴ്ചയും പരമാവധി ഇബാദത്തുകൾ കൊണ്ട് ധന്യരാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുകയും ഇതിൽ പറയപ്പെടുന്ന ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ അതൊരു നോട്ട്ബുക്കിലായി, ഒരു പേപ്പറിലായി എഴുതി വെച്ചാൽ അത് ഏറ്റവും ഖൈറാണ്. നിർബന്ധമൊന്നും പറയുന്നില്ല, എഴുതി വെച്ചാൽ അത് നമുക്ക് പിന്നീടും അത് ഉപകരിക്കും. അല്ലാഹു തആല ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരിൽ നിന്നും നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ. മഴക്കാലമാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളമൊക്കെ പൊങ്ങി ഒരുപാട് പ്രയാസത്തിലാണ്. വീടുകളിൽ വെള്ളം കയറുന്നു, കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നു. പല കുട്ടികൾക്കും മക്കൾക്കും മുതിർന്നവർക്കൊക്കെ വലിയ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും കാക്കുമാറാവട്ടെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു തആല നമ്മളെല്ലാവരെയും സലാമത്താക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആമീൻ. ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സൂറത്തുകൾ ഉണ്ടല്ലോ. ആ സൂറത്തുകളിൽ 15 സൂറത്തുകൾ നിത്യമായി നമ്മുടെ വീടുകളിൽ ഓതേണ്ട സൂറത്തുകളാണ്. വീട്ടിൽ ഓതേണ്ട 15 സൂറത്തുകൾ. നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. വീട്ടിൽ ഒരുപാട് ആളുകൾക്ക് രോഗങ്ങൾ മാറി മാറി വരുന്നു. സാമ്പത്തികമായ ഭദ്രതയില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നവരുടെ വീട്ടിലൊക്കെ അല്ലാത്തവർക്കും നിത്യമായി ഓതേണ്ട 15 സൂറത്തുകളാണ്. ചെറിയ ചെറിയ സൂറത്തുകൾ 15 എണ്ണം. അതേതൊക്കെയാണ്, ആ സൂറത്തുകൾ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് വിശദീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വീട്ടിൽ നമ്മൾ സ്ഥിരമായി ഓതേണ്ട 15 സൂറത്തുകൾ ഏതെല്ലാം, അതിൻ്റെ പ്രതിഫലങ്ങൾ ഏതൊക്കെ വിശദമായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.